നമ്മളൊരു LIC പോളിസി ചേരുന്ന സമയത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പോളിസിയെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അറിയണം. അത് എത്ര വർഷത്തെയാണ്, അതിൽ എത്ര വർഷം അടയ്ക്കണം, എത്ര വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക, എന്തെല്ലാം ബെനിഫിറ്റാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. കാരണം ഒരുപാട് വെറൈറ്റി പോളിസികൾ LICയിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ചേർക്കുന്ന ഏജൻറ്റ്, ഒരു പക്ഷേ ഇപ്പം നമ്മളോടൊക്കെ നമ്മുടെ ബന്ധുക്കളുള്ള ആരെങ്കിലുമൊക്കെ ഏജൻസി എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഏജൻസി എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു പോളിസി തരണം, എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മൾ ബന്ധു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോളിസി കൊടുക്കും. പക്ഷെ അവിടെ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഏതെങ്കിലും കാരണത്തിൽ 1 വർഷം 2 വർഷം കഴിഞ്ഞ് ഒരുപാട് പേരാണ് 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഈ ജോലി നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ പോളിസിക്ക് സർവീസ് നിങ്ങൾക്ക് കിട്ടില്ല. ആ ഏജൻറ്റ് ഈ ഇതിന്ന് ടെർമിനേറ്റ് ആയിപ്പോയി, അയാൾ ഈ ഇത് ചെയ്യില്ല. അപ്പം നിങ്ങളുടെ പ്രീമിയം വാങ്ങാനായിട്ട് അദ്ദേഹം വരില്ല. ഇനി രണ്ടാമത്, ഇത് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു LIC ഏജൻറ്റ് നിങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ ഈ സർവീസ് ചെയ്യുന്ന ഏജൻറ്റിന് കിട്ടില്ല, മറ്റേ ഏജൻറ്റിനും കിട്ടില്ല. കാരണം 5 വർഷം സർവീസുള്ളൊരു ഏജൻറ്റിനാണ് റിന്യൂവൽ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റുള്ള അയാൾ ചേർത്തിയ പോളിസി ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. 5 വർഷമെങ്കിലും മിനിമം അയാൾ ഏജൻസി തുടർന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളും അനാഥനാണ് അല്ലെങ്കിൽ അനാഥയാണ്. ആ പോളിസി സർവീസിന് ആർക്കും തന്നെ ഒരു ഉപകാരമില്ല, മുഴുവൻ ഡയറക്റ്റായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ഏജൻറ്റ്, ഞങ്ങളൊക്കെ ഏജൻറ്റുമാർ പുതിയതായിട്ട് ഏജൻറ്റുമാരായിട്ട് വന്നതാണ്. നമ്മൾ പുതിയ ഏജൻറ്റുമാരെ നിരുത്സാഹപ്പെടുത്തലല്ല, അവർക്ക് കൊടുക്കരുതെന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു റിസ്ക് അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നിങ്ങൾ പോളിസി കൊടുക്കുക. അല്ലെങ്കിൽ എന്നെ ഈ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരാണ് എന്നെ വിളിക്കുന്നതും എൻ്റെ വാട്സപ്പിൽ അവർ സന്ദേശം അയക്കുന്നത്, ഞാൻ ഇന്ന ആളെന്നെ ചേർത്തിപ്പോയി, അല്ലെങ്കിൽ ചേർത്തി ഏജൻറ്റ് ഇപ്പോൾ കാണാൻ അയാൾ 1 വർഷം കഴിയുമ്പോൾ അയാൾ നിർത്തിപ്പോയി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, സർവീസ് ആര് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സർവീസ് ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്, മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും തന്നെ വേറെ ഏജൻറ്റിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻറ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ഇതിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ഇടുന്ന സമയത്ത് പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ച് വോയിസ് ഇടുക. എന്നെ വിളിക്കാതിരിക്കും. ഒരുപാട് പേര് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കത് മറുപടി തരാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങളൊരു വോയിസ് ഇട്ട് ചിലവിൻ്റെ മറുപടി എനിക്ക് ചെറിയൊരു വോയിസ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഏതൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഈ പോളിസി ചേരാനായാലും പോളിസിയുടെ സംശയത്തിലൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും